Hello students, welcome to the 8th session of our first module. Today we will be discussing about an impulse survey. The pelton wheel. We are going to study about pelton wheel. എന്താണ് pelton wheel? Pelton wheel എന്ന് വെച്ചാൽ it is an example for an impulse turbine. Impulse turbine. So there are two types of turbine based on the availability of type of energy available at the inlet of the turbine. One is impulse and other is reaction. So Pelton wheel is an impulse example for impulse turbine. Impulse tangential flow. So flow is also tangential flow turbine. So it is an example for both impulse and tangential flow turbine. So the water strikes the bucket or the vane along the tangent of the wheel or runner. അപ്പോൾ ദ എനർജി അവൈലബിൾ അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ ഈസ് ഓൺലി കൈനറ്റിക് എനർജി. ഇമ്പൾസ് ടർബൈൻ എന്താണ്? ഇൻലെറ്റിൽ കൈനറ്റിക് എനർജി മാത്രമാണ് അവൈലബിൾ എങ്കിൽ ആ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടർബൈൻ നമ്മൾ ഇമ്പൾസ് ടർബൈൻ എന്ന് പറയും. പെൽട്ടൺ വീൽ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ impulse turbine and it is named after an American engineer called L.A. Pelton. Okay, so these are high head ഹൈ ഹെഡ് ടർബൈൻസ് അല്ലേ. ഈ ഇമ്പൾസ് ടർബൈൻ കൂടുതൽ ഇൻലെറ്റിലെ കൈനറ്റിക് എനർജിയാണ് കൂടുതൽ വേണ്ടതെങ്കിൽ അവയുടെ ഹെഡ് ഹൈ ഹെഡ് ആയിരിക്കണം. ഹെഡ് ലാർജ് ആയിരിക്കണം. പിന്നെ ഫ്ലോ കുറഞ്ഞാലും ഹെഡ് കൂടിയിരിക്കണം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ എക്സാമ്പിൾ ആ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ എന്താണ് ഇവിടെ നടക്കുന്നത്? ദ വാട്ടർ ഫ്രം ദ റിസർവോയർ ഫ്ലോസ് ത്രൂ ദ പെൻസ്റ്റോക്സ് അറ്റ് ദി ഔട്ട്ലെറ്റ് ഓഫ് വിച്ച് എ നോസിൽ ഈസ് ഫിറ്റഡ്. അല്ലേ, ഒരു നോസിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും പെൻസ്റ്റോക്കിൻ്റെ ഔട്ട്ലെറ്റ്. സോ ദിസ് നോസിൽ ഇൻക്രീസസ് എന്താണ്? കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും ഓഫ് ദ വാട്ടർ ഫ്ലോയിങ് ത്രൂ ദ പെൻസ്റ്റോക്ക്. അല്ലേ, സോ അറ്റ് ദി ഔട്ട്ലെറ്റ് ഓഫ് ദ നോസിൽ ദ വാട്ടർ കംസ് ഔട്ട് ഇൻ ദ ഫോം ഓഫ് എ ജെറ്റ് ആൻഡ് ദിസ് ജെറ്റ് സ്ട്രൈക്സ് ദി വെയിൻസ് ഓർ ബക്കറ്റ്സ് ഓഫ് ദ റണ്ണർ. അപ്പോൾ ഈ വെയിനെ നമ്മൾ ഇമ്പൾസ് ടർബൈൻ്റെ കേസിൽ അല്ലെങ്കിൽ പെൽട്ടൺ വീലിൻ്റെ കേസിൽ ബക്കറ്റ് എന്ന് പറയും. ബക്കറ്റ്. ദ ബക്കറ്റ് ഈസ് നത്തിങ് ബട്ട് വെയിൻ. I will show you the main components of this particular system are: one is nozzle and a flow regulating sphere. എന്തിനാണ്? സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും പിന്നെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാനും. രണ്ടാമത് റണ്ണർ ആൻഡ് ബക്കറ്റ്. ഈ റണ്ണർ ആൻഡ് ബക്കറ്റാണ് ടർബൈൻ എന്ന് പറയുന്നത്. റണ്ണർ എന്ന് വെച്ചാൽ ആ വീലും, ബക്കറ്റ് എന്ന് വെച്ചാൽ വെയിനാണ്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് വെയിൻ. ഇതെന്താണ്? വീലാണ്. കറങ്ങുന്ന വീലിനെയാണ് റണ്ണർ എന്ന് പറയാം. സോ ദർ വിൽ ബി എ കേസിംഗ് ആൻഡ് എ ബ്രേക്കിംഗ് ജെറ്റ്. എന്താണ് ഇതൊക്കെയെന്ന് കൂടുതൽ വ്യക്തമായിട്ട് പഠിക്കാം. ദിസ് ഈസ് നത്തിങ് ബട്ട് നോസിൽ. So nozzle is nothing but it is a converging shape, a converging conduit, right? ഒരു പൈപ്പിൻ്റെ അറ്റം കൺവേർജിങ് ആണെങ്കിൽ എന്ത് പറ്റും? അതിൻ്റെ സ്പീഡ്, ഏരിയ കുറയും, സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അല്ലേ, ഏരിയ ഈസ് ഡിക്രീസ്, വെലോസിറ്റി ഇൻക്രീസസ്. അല്ലേ, ബിക്കോസ് റോ എ വി ഷുഡ് ബി കോൺസ്റ്റൻറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൈനറ്റിക് എനർജി വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് ഈ നോസിൽ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് penstock. The water is coming through the penstock. And another apparatus called a spear. A spear is used to regulate the flow. Flow control ചെയ്യാൻ നമ്മൾ ഈ വീൽ യൂസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്താൽ ഫിയർ ബാക്ക്വേർഡ്സ് ആൻഡ് ഫോർവേഡ് മൂവ് ചെയ്യും. അപ്പോൾ ഫോർവേഡ് മൂവ് ചെയ്താൽ എന്തായി? ഫ്ലോ കുറയും. അല്ലേ, അപ്പോൾ ഈ ഏരിയ കുറച്ചിട്ട് ഫ്ലോ കുറക്കും. ബാക്കിലോട്ട് മൂവ് ചെയ്യാം, ഏരിയ കൂട്ടിയിട്ട് ആ ഓപ്പണിങ് കൂട്ടിയിട്ട് ഫ്ലോ കൂട്ടും. സോ ദിസ് ഈസ് this is a nozzle and flow regulating apparatus. And next one is this ഇതാണ് ഒരു പെൽട്ടൺ വീലിൻ്റെ ഒരു യഥാർത്ഥ പിക്ചർ. ഓക്കെ, ഇത് നിങ്ങൾക്കറിയാം. ഈ സംഭവമാണെന്ത്? വീൽ അല്ലെങ്കിൽ റണ്ണർ എന്ന് പറയും. ഈ റണ്ണറിന് കുറേ വെയിൻസ് ഉണ്ടാവും. ഈ വെയിൻസിനാണ് നമ്മൾ ബക്കറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബക്കറ്റ്സ്. പക്ഷേ ഈ ബക്കറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ സീ ദാറ്റ് it consists of the periphery of this runner consists of number of buckets. They are evenly spaced ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അല്ലേ, രണ്ട് ബക്കറ്റ്സ് തമ്മിലുള്ള ഗ്യാപ്പ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഷേപ്പിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇറ്റ് ഈസ് എ ഡബിൾ ഹെമിസ്ഫിയറിക്കൽ കപ്പ്. അല്ലേ, ഒരു കപ്പിൻ്റെ ഇതൊക്കെ കണ്ട ഇവിടെ ഒരു രണ്ട് ഹെമിസ്ഫിയർ കപ്പ് ഇങ്ങനെ ഒന്നിച്ച് ഫിറ്റ് ചെയ്ത പോലെയാണ്. So each bucket is divided into two symmetrical parts dividing
ബൈ എ വാൾ വിച്ച് ഈസ് നോൺ ആസ് സ്പ്ലിറ്റർ. ആണ് ഈ നടുവിലുള്ള ഒരു സ്പ്ലിറ്റർ ഉണ്ട്. ആ സ്പ്ലിറ്ററാണ് ഇതിനെ 2 ബക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. സ്പ്ലിറ്റർ ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പെൽട്ടൺ വീൽ എന്ന് വെച്ചാൽ ഒരു ഡബിൾ ഹെമിസ്ഫിയറിക്കൽ കപ്പ് ഷേപ്പിലുള്ള വെയിൻസ് ആയിരിക്കും അതിനുണ്ടാവുക അറൗണ്ട് ദി പെരിഫറി ഓഫ് ദ റണ്ണർ. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ പെക്യുലാരിറ്റി ഓഫ് ദിസ് പർട്ടിക്കുലർ റൺ ടർബൈൻ. അപ്പോൾ ഇതിലെങ്ങനെയാണ് വാട്ടർ ഹിറ്റ് ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാണ് വാട്ടർ ഹിറ്റ് ചെയ്യുന്നത് നോക്കുകയാൽ സപ്പോസ് ഇവിടെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും വാട്ടർ ടാൻജൻഷ്യലി ഹിറ്റ് ചെയ്യും. ടാൻജൻഷ്യലി ഹിറ്റ് ചെയ്താൽ ഈ വാട്ടർ ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് ഒന്നിങ്ങനെയും പുറത്തേക്ക് തീർക്കും അല്ലേ. അപ്പോൾ ആ ബക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 2 സൈഡിലേയും കൂടെ പുറത്തേക്ക് വരും. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് എന്ത് കിട്ടുക, ഇവിടുന്ന് ഇങ്ങനെയാണ് എക്സിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചിത്രം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരക്കാം. അതിന് മുന്നേ ഈ കോമ്പണൻസ് എന്തൊക്കെയാണ്, ബാക്കിയുള്ള കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ the jet of water strikes on the splitter. ഈ സ്പ്ലിറ്ററിനാണ് കറക്റ്റ് ഹിറ്റ് ചെയ്യുക. വാട്ടർ ഹിറ്റ് ചെയ്യുന്നത് ഈ കറക്റ്റ് സ്പ്ലിറ്ററിലേക്കും. അവിടെ നിന്ന് വാട്ടർ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ അപ്പുറത്തെ കൂടെ ലീവ് ചെയ്യും അല്ലേ. അപ്പോൾ അത് ഈക്വൽ പാർട്ടായിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക. So the buckets are shaped in such a way that the jet gets deflected through 160 or 170 degree. അപ്പോൾ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഏകദേശം ഒരു 160 ഡിഗ്രി വരെ ഡിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് നമുക്ക് ഫിഗർ വരച്ച് കാണിച്ചു തരാം. വെലോസിറ്റി ട്രയാങ്കിളൊക്കെ വരക്കേണ്ടി വരുമല്ലോ, അപ്പോൾ നമ്മൾ കാണിക്കാം. ഇനി വേണ്ടതെന്ന് വെച്ചാൽ കേസിംഗ് ആണ്. ഒരു കേസിംഗ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഈ ഇങ്ങനത്തെ ടർബൈൻസ് ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേസിംഗ് ഉണ്ടാവും. കേസിംഗ് മീൻസ് അത് കംപ്ലീറ്റ്ലി എയർ ടൈറ്റ് ആയിട്ടുള്ള കേസിംഗ് ആയിരിക്കില്ല. പക്ഷേ ഈ കേസിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ടു സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ആക്സിഡൻറ്റ്സ് ആൻഡ് ടു പ്രിവെൻറ്റ് സ്പ്ലാഷസ്. അതായത് ഈ വാട്ടർ ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യുന്നത് അല്ലേ, ഹിറ്റ് ചെയ്യുമ്പോൾ വാട്ടർ സ്പ്ലാഷ് ചെയ്യില്ല. സ്പ്ലാഷിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ സ്പ്ലാഷിങ് കൺഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസിങ്സ് ആയിരിക്കും. പക്ഷേ പ്രഷർ വിൽ ബി മെയിൻറ്റെയിൻ അറ്റ്മോസ്ഫിയറിക് ഓൺലി. അപ്പോൾ ഇത് ഈ കേസിങ് കാരണം ഉള്ളിലത്തെ പ്രഷർ ഇൻക്രീസ് ഒന്നും ചെയ്യില്ല. അത് കുറച്ച് ഓപ്പണിംഗ് ഒക്കെ ഉള്ള കേസിങ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ടു പ്രിവെൻറ്റ് സ്പ്ലാഷിംഗ് ഓഫ് ദ വാട്ടർ ആൻഡ് ടു സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ആക്സിഡൻറ്റ്സ് ആൻഡ് ഓൾ. ദീസ് ആർ മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ ഓർ ഫാബ്രിക്കേറ്റഡ് സ്റ്റീൽ പ്ലേറ്റ്സ്. ഓക്കെ, ഇനി 4ാമത്തെ ഒരു പോയിന്റ്. ഇപ്പോൾ ഈ മൊത്തത്തിലൊരു ഐഡിയ കിട്ടിയില്ല. ഇതാണ് ഇതിൻ്റെ ലേ ഔട്ട്, ഇമ്മസ് ടർബൈൻ്റെ ലേ ഔട്ട്. ഈ ജെറ്റ് ഇങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ ഇതൊരു ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, സോ ദർ വിൽ ബി എ കേസിംഗ് ആൻഡ് ദർ ഇസ് എ സ്പിയർ, നോസിൽ ആൻഡ് the final component is a braking jet. Braking jet എന്ന് വെച്ചാൽ ആക്ച്വലി it is a kind of nozzle completely closed by moving the sphere in the forward direction. അപ്പോൾ ഈ സ്പിയർ വെച്ചിട്ട് ഫോർവേഡ് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് ദ എമൗണ്ട് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ റണ്ണർ റെഡ്യൂസസ് ടു 0 അല്ലേ. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നോസിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോസിൽ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പിയർ മുമ്പോട്ട് മൂവ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വാട്ടർ ഉണ്ടാവില്ല, വാട്ടർ സ്ട്രൈക്കിങ് 0 ആയിരിക്കും. പക്ഷേ ഈ റണ്ണറിൻ്റെ ഇനേഷ്യ കാരണം പിന്നെ അത് കുറച്ചും കൂടെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ റിവോൾവ് ചെയ്യുന്ന റണ്ണറിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ വേറൊരു ജെറ്റ് ഓഫ് വാട്ടർ വെക്കും. അതിനെയാണ് ബ്രേക്കിംഗ് ജെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഹിറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ റെവല്യൂഷൻ അല്ലെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. സോ ദാറ്റ് ഈസ് വാട്ട് ബ്രേക്കിംഗ് ജെറ്റ് മീൻസ്. ഓക്കെ, now we will move to the velocity triangles. Velocity triangles of Pelton wheel. അപ്പോൾ ഇതറിയാം നിങ്ങൾക്ക്. ഓക്കെ, ഐ ഹാവ് ടോൾഡ് യു ദാറ്റ് ദ വാട്ടർ ഹിറ്റ്സ് അറ്റ് ദി സ്പ്ലിറ്റർ. ഇതാണ് ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു വ്യൂ, അതായത് അതിൻ്റെ ഒരു സൈഡ് ടോപ്പ് വ്യൂവിൽ നോക്കിയാൽ ഇങ്ങനെ കാണാം. ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ. ഓക്കെ, ടോപ്പ് വ്യൂവിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ സ്പ്ലിറ്ററിനാണ് എന്ത് ഹിറ്റ് ചെയ്യുന്നത്, വാട്ടർ ജെറ്റ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഹൊറിസോണ്ടലാണ്. അപ്പോൾ ഇവിടെ ഒരു ഇൻലെറ്റ്, ഇതാണ് ഇൻലെറ്റ്. ഇപ്പം ഇവിടെ വെലോസിറ്റി ട്രയാങ്കിളിൽ ആവശ്യമില്ല. കാരണം ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷനും ഈ റണ്ണറിൻ്റെ ഡയറക്ഷൻ, യുടെ ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട് അവരെ ഒരു വെലോസിറ്റി ട്രയാങ്കിൾ ആവശ്യമില്ല, കംപ്ലീറ്റ്ലി ഹൊറിസോണ്ടൽ. സോ ഇതാണ് V1 എന്ന് വെച്ചാൽ വെലോസിറ്റി വിത്ത് വിച്ച് എന്താണ് വെലോസിറ്റി ഓഫ് ജെറ്റ്. V1 എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ജെറ്റാണ് അല്ലേ. U എന്തായിരിക്കും? U അല്ലെങ്കിൽ U1 എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് വീൽ
വെലോസിറ്റി ഓഫ് വീൽ അല്ലെങ്കിൽ വെയിൻ അറ്റ് ഇൻലെറ്റിലുള്ള വെയിൻ്റെ വെലോസിറ്റി, അത് രണ്ടും സെയിം ഡയറക്ഷനാണ്. അപ്പോൾ VR1, അപ്പോൾ അതിനെന്തുണ്ട്, ഒരു റിലേറ്റീവ് വെലോസിറ്റി ഉണ്ട്. കാരണം ജെറ്റ് മൂവിങ് ആണ്, വീലും മൂവിങ് ആണ്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഉണ്ട്. റിലേറ്റീവ് വെലോസിറ്റി V-U1 ഡയറക്റ്റ്. കാരണം രണ്ട് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് ഇവിടെ വെലോസിറ്റി ഇത് വെക്ടറായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. വെക്ടർ ആണ്, പക്ഷെ രണ്ടും എല്ലാം സെയിം ഡയറക്ഷനിലായതുകൊണ്ട് ഒരു ട്രയാങ്കിളിൻ്റെ ആവശ്യമില്ല. എന്താണ് VW1? VW1 എന്ന് വെച്ചാൽ V1ൻ്റെ കോസ് കോമ്പണൻറ്റ്. V1 കംപ്ലീറ്റ്ലി ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് VW1ഉം V1 വിൽ ബി ഈക്വൽ ടു VW1 ആൻഡ് VF1 ഈസ് ഈക്വൽ ടു 0. കാരണം കംപ്ലീറ്റ്ലി ഹൊറിസോണ്ടൽ ആണ്. വെലോസിറ്റി V1 കംപ്ലീറ്റ്ലി ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് അതിനൊരു വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഇല്ല. ഈ വെർട്ടിക്കൽ കോമ്പണൻസ് ആണ് സാധാരണ VF1 ഫ്ലോ വെലോസിറ്റി പറയുന്നത്. ഫ്ലോ വെലോസിറ്റി ഇവിടെ ഉണ്ടാവില്ല. ആകെയുള്ളത് എന്താണ്, വേൾഡ് വെലോസിറ്റി. അത് ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ്. അപ്പോൾ ഇൻലെറ്റുള്ള വെലോസിറ്റി കോമ്പണൻസ് ഒക്കെ ഓക്കെ ഇല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇൻലെറ്റിലുള്ള വെലോസിറ്റി. ഇനി ഔട്ട്ലെറ്റ് നോക്കിക്കോളൂ. ഔട്ട്ലെറ്റിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഔട്ട്ലെറ്റ് ഒരു ഡയറക്ഷൻ, ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഇതാണ്. ഇവിടുന്ന് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഇതാണ്. ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ VR2 ആംഗിൾ, VR2 ആക്ട് ചെയ്യുന്ന ആംഗിൾ, അതായത് റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. അപ്പോൾ അത് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന എത്രത്തോളം ഇനീഷ്യൽ VR1 ആൻഡ് VR2 തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇനി ഈ ആംഗിൾ എന്താണ്? VR2 ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ, V2 ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ബീറ്റ. നമ്മൾ നേരത്തെ ഇതൊക്കെ കണ്ടതാണ്, റൈറ്റ്? പിന്നെ V2യുടെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് VW2, V2യുടെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് V2 കോസ് ബീറ്റയാണെന്ത് VW2, V2 സൈൻ ബീറ്റയാണെന്ത് VF2. ഓക്കെ, റൈറ്റ്. ഞാൻ വേറെന്താണ്? ഓക്കെ, ഇതാണ് U2. ആക്ച്വലി V2 മൈനസ് U2 വെക്ടറാണ്, വെക്ടർ ഡിഫറൻസ് ആണ്. വെക്ടർ ഡിഫറൻസ് ആയിരിക്കും എന്ത്? VR2. ഓക്കെ, VR2. അപ്പോൾ യു ആർ ബേസിക്കലി ഓക്കെ വിത്ത് വെലോസിറ്റി ട്രയാങ്കിൾസ്, റൈറ്റ്? വെലോസിറ്റി ട്രയാങ്കിളൊക്കെ ഓക്കെയാണ്. നമുക്ക് അതിൻ്റെ വർക്ക് ഡൺ കാണാമല്ലേ? വർക്ക് ഡൺ കണ്ടോളൂ. വർക്ക് ഡൺ കാണുന്നതിന് മുന്നേ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട് ടർബൈൻ്റെ കേസിൽ എന്ന് വെച്ചാൽ എന്താണ്? നെറ്റ് ഹെഡാണ്. നെറ്റ് ഹെഡ് എന്ന് വെച്ചാൽ HG ഗ്രോസ് ഹെഡ് മൈനസ് HF ആണ്. ഈ HF കാണുന്നത് എങ്ങനെയാണ്? 4FL V² D സ്റ്റാർ ഇൻറ്റു 2G ആണ്. D സ്റ്റാർ ഇൻറ്റു 2G. ഈ D സ്റ്റാർ എന്ന് പറയുന്നത് ഹിയർ D സ്റ്റാർ ഈസ് നത്തിങ് ബട്ട് ഡയ ഓഫ് എന്തായിരിക്കും? പെൻസ്റ്റോക്കാണ്. പെൻസ്റ്റോക്കിൻ്റെ ഡയ. അപ്പോൾ പെൻസ്റ്റോക്കിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് കാണുന്നത്. അപ്പോൾ അത് പെൻസ്റ്റോക്കിൻ്റെ ഡയ ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ D ഇനിയിപ്പോൾ ഓക്കെ അതറിയാം. എഫ് എന്താണെന്ന് അറിയാം. എഫ് ഫ്രിക്ഷൻ ഫാക്ടർ, L ലെങ്ത് ഓഫ് പെൻസ്റ്റോക്ക്, V വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ ദ പെൻസ്റ്റോക്ക്, G എന്താണ്? ഓക്കെ, അങ്ങനെ Hഉം HF ഒക്കെ അറിയാം, റൈറ്റ്? ഇനി നമുക്ക് V1 എന്താണ്? V1 വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് ഇൻലെറ്റ്. വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് ഇൻലെറ്റ് അതെങ്ങനെയാണ് കാണുക? അത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തരാൻ സാധ്യതയില്ല. പക്ഷേ ക്വസ്റ്റ്യനിൽ തരിക എന്ന് വെച്ചാൽ H അറിയാമെങ്കിൽ, ഇഫ് H ഈസ് നോൺ, ഹെഡ് കാണുന്ന ഹെഡ്, H എന്ന് വെച്ചാൽ ഹെഡ് അല്ലേ? H ഈസ് നോൺ, V1 ഈസ് ഈക്വൽ ടു √2GH ആണ്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വെലോസിറ്റി ആയിട്ട് ഇൻലെറ്റ് ഡയറക്റ്റ് തരില്ല, എപ്പോഴും ഹെഡായിരിക്കും തരിക. ഇത് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിങ്ങൾ പഠിച്ച ഒരു ഇക്വേഷൻ ആയിരിക്കും. V1 ഈസ് ഈക്വൽ ടു √2GH. അപ്പോൾ ഹെഡിന് നമ്മൾ വെലോസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷനാണിത്. ആക്ച്വലി ഇത് V1² = 2G = എന്നുള്ള ഇതെന്താ വെലോസിറ്റി ഹെഡാണ്. ആ ഇക്വേഷനാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്. ബെർണോളിസ് ഇക്വേഷനെല്ലാം പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇനി U1 ഈസ് ഈക്വൽ ടു U2 ആയിരിക്കും. കാരണം ഇത് ഒരു റേഡിയൽ വെയിൻ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഔട്ട്ലെറ്റുള്ള ഇതിപ്പോൾ നോക്കിക്കോ, ഇവിടെയുള്ള ഡയാമീറ്ററും ഇവിടെയുള്ള റേഡിയസും, ഇങ്ങനെ റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ രണ്ടും R1 R2 ആ കർവേച്ചർ എന്നുള്ള റേഡിയസ് സെയിം ആയതുകൊണ്ട് ഔട്ട്ലെറ്റിലും ഇൻലെറ്റിലും വേറെ വേറെ വെലോസിറ്റി
യു വേറെ വേറെ ആയിരിക്കില്ല, കാരണം u1 will be is equal to u2 as equal to u. Okay, and this will be equal to pi dn by 60. pi dn by 60 ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അതിൽ ഈ ഡി എന്താണ്? ഡയ ഓഫ് റണ്ണർ, അല്ലെങ്കിൽ ഡയ ഓഫ് വീൽ, അതായത് റണ്ണർ വീലിൻ്റെ ഡയ ആണ് ഡി. ആൻഡ് എൻ എന്താണ്? സ്പീഡ് ഇൻ ആർ പി എം, റണ്ണറിൻ്റെ സ്പീഡ് ഇൻ ആർ പി എം ഓഫ് റണ്ണർ. അങ്ങനെയാണ് നമ്മൾ ഈ ആർ പി എം യൂസ് ചെയ്തിട്ട് ലീനിയർ വെലോസിറ്റി കാണുന്നത്. ഓക്കെ, u1 ഈസ് ഈക്വൽ ടു u2 ഈക്വൽ ടു u ആണ്. ഇൻ കേസ് ഓഫ് പെൽട്ടൺ വീൽ മാത്രമാണ് ഇത് പോസിബിൾ. ഈ റേഡിയലി കർവ്ഡ് വെയിൻസിലൊന്നും അപ്ലിക്കബിൾ അല്ല ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, ഇനി നോക്കാം നമുക്ക് എന്താ വേണ്ടത്. അപ്പോൾ ഇൻലെറ്റ് വെലോസിറ്റി VR1 VR1 ഈക്വൽ ടു V1 മൈനസ് യു, അത് നമ്മൾ ഓൾറെഡി എഴുതി. ആൻഡ് VW1 വിൽ ബി ഈക്വൽ ടു V1 ഇറ്റ്സെൽഫ്, റൈറ്റ്. അവിടെ ആൽഫ ഇല്ല, കാരണം ആൽഫ തീറ്റ അതൊന്നും ഇല്ല, കാരണം എല്ലാം കംപ്ലീറ്റ്ലി ഹൊറിസോണ്ടലാണ്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് നമ്മൾ എഴുതി വെച്ചു. ഇനി VR1 ഈസ് ഈക്വൽ ടു VR2 എന്ന് എഴുതാം if there is no friction. അല്ലെങ്കിൽ എനർജി ലോസ് ഒന്നും ഇല്ലെങ്കിൽ, ഓർ എനി എനർജി ലോസ് VR1 ഈസ് ഈക്വൽ ടു VR2 എന്ന് എഴുതാം. സംടൈംസ് ക്വസ്റ്റ്യൻസിൽ ഈ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ, ഇഫ് ദർ ഈസ് ഫ്രിക്ഷൻ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ VR1 ഈസ് ഈക്വൽ ടു KVR2 എന്നെങ്ങാണ്ട് എഴുതേണ്ടി വരും. അപ്പോൾ ഈ കെ ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും, ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എങ്ങാണ്ട് തന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള കേസിൽ ഇത് അപ്ലൈ ചെയ്യാം. അങ്ങനെ ക്വസ്റ്റ്യനിലൊന്നും പ്രത്യേകിച്ച് തന്നില്ലെങ്കിൽ VR1 ഈസ് ഈക്വൽ ടു VR2 തന്നെ എഴുതിയെടുക്കാം. ഓക്കെ, പിന്നെ VW2 എന്താണ്? VW2 എന്ന് വെച്ചാൽ ആക്ച്വലി അത് V2 കോസ് ബീറ്റയാണ്. അല്ലെങ്കിൽ V2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കത് VR2യുടെ ഒരു ടേംസിൽ എങ്ങനെ എഴുതാം? VR2യുടെ ടേംസിൽ, സോ ദിസ് ഈസ് VR2 കോസ് വൈ. ഇതാണ് VR2 കോസ് വൈ മൈനസ് U2 ആയിരിക്കും VW2, അല്ലേ? VR2 കോസ് വൈ മൈനസ് U2, അതാണ് VW2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇത് നമുക്കറിയാം ഡയറക്റ്റ് എഫ് ഓഫ് എക്സ്, ഫോഴ്സ് ഇൻ ദ എക്സ് ഡയറക്ഷൻ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു റോ എ V1. ഇതിപ്പോൾ എന്താണ്? VW1 പ്ലസ് VW2 എന്നുള്ളൊരു ഇക്വേഷൻ അല്ലേ? അങ്ങനെയല്ലേ വരിക? അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആയതുകൊണ്ട് ഡയറക്റ്റ് എഴുതുന്നതാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ ബീറ്റ ഒപ്റ്റ്യൂസ് അക്യൂട്ട് ആയതുകൊണ്ട് പോസിറ്റീവ്, ഒപ്റ്റ്യൂസ് ആണെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ ഒരു പ്ലസ് ഓർ മൈനസ് ഇടാം, അല്ലേ? പ്ലസ് ഓർ മൈനസ് ഇടാം, അതവിടെ നിൽക്കട്ടെ. ഇനി ഏരിയ ഓഫ് ദ ജെറ്റ് എ കാണാൻ അറിയാം, π/4 d². എ ഈസ് ഈക്വൽ ടു π/4 d², വേർ സ്മോൾ ഡി ഡയ ഓഫ് ജെറ്റ്. ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇത് കാണാം. ഇനി വർക്ക് ഡൺ പെർ സെക്കൻഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? വർക്ക് ഡൺ പെർ സെക്കൻഡ് കാണുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു യു ചെയ്താൽ പോരെ. അതായത് റോ എ V1 VW1 പ്ലസ് ഓർ മൈനസ് VW2 ഇൻറ്റു എന്താണ് യു, അല്ലേ? ഇൻറ്റു യു. എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ V1 ആണ് എടുക്കേണ്ടത്. അതുകൊണ്ട് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. VR1 എടുത്താൽ മാറും. VR1 എന്നുള്ളത് ഒരു സിംഗിൾ വെയിൻ മാത്രം അനലൈസ് ചെയ്യുമ്പോഴാണ് VR1 എടുക്കുക. ടർബൈൻ സീരീസ് ഓഫ് വെയിൻ എന്ന് വെച്ചാൽ ടർബൈൻ ഒരു സീരീസ് ഓഫ് വെയിനിൽ V1 തന്നെ എടുക്കണം. ഇക്വേഷൻസ് കിട്ടി, അല്ലേ? ഇനി വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ്. ഇനിയിപ്പോൾ ഓക്കെ, നമുക്ക് എഫിഷ്യൻസി, ഹൈഡ്രോളിക് എഫിഷ്യൻസി ഇറ്റാച്ച് കാണണമെങ്കിൽ റോ എ V1 ഇൻറ്റു VW1 പ്ലസ് VW2. അതായത് ആക്ച്വലി ഇറ്റാച്ച് എന്ന് വെച്ചാൽ എന്താ? എന്താണ്? റണ്ണർ പവർ ബൈ വാട്ടർ പവർ, അല്ലേ? റണ്ണർ പവർ ബൈ വാട്ടർ പവർ. അപ്പോൾ റണ്ണർ പവർ എന്താണ്? ഇതാണ് റണ്ണർ പവർ ബൈ റണ്ണർ പവർ കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റു യു ഉണ്ട്. ഇതാണ് റണ്ണർ പവർ. പിന്നെ വാട്ടർ പവർ എന്തായിരിക്കും? ഒന്നിക്ക് റോ GQH എന്ന് എഴുതാം. ഇപ്പോൾ Q ഒന്നും ഇവിടെ അറിയാത്തതുകൊണ്ട്, Q എന്ന് വെച്ചാൽ ഫ്ലോ റേറ്റ് ആണ്. Q അറിയാത്തതുകൊണ്ട് നമുക്ക് കൈനറ്റിക് എനർജിയുടെ ടേംസിൽ ഹാഫ് റോ എ V1
ഇൻറ്റു V1 സ്ക്വയർ ഹാഫ് എം വി സ്ക്വയർ അല്ലേ ഡയറക്റ്റ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതുകൊണ്ട് ഇറ്റ് വിൽ ബി ഈസിയർ ടു യു. ഇതിലിപ്പോൾ നമുക്ക് കുറച്ച് കട്ട് ചെയ്യാം അല്ലേ. എന്തൊക്കെ കട്ട് ചെയ്യാം? V1 കട്ട് ചെയ്യാം. V1 ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് വിൽ ബി ഇറ്റാച്ച് ഈക്വൽ ടു 2. V1 മാത്രമല്ല വേറെയും റോയെ ഈ റോയെയും കട്ട് ചെയ്യാം. ബാക്കിയുള്ളത് 2 ടൈംസ് VW1 പ്ലസ് VW2 ഇൻറ്റു U divided by V1 square. So this is the equation for what? Hydraulic efficiency. Okay, hydraulic efficiency is calculated like this. And if you want to find the optimum maximum hydraulic efficiency, ഈ maximum hydraulic efficiency കാണുന്നതിന് നമുക്ക് കുറച്ച് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ഇവിടെ ഈ VW1 VW2 ഒക്കെ ഒഴിവാക്കാൻ പറ്റുമോ? എല്ലാം V1 ടേംസിൽ കൊണ്ടുവരാൻ പറ്റുമോ? V1 എല്ലാം V1ൻ്റെയും യുവിൻ്റെയും ടേംസിൽ കൊണ്ടുവരാൻ VW1 എന്താണ് നമ്മൾ എഴുതിയത്? V1 എന്നാണ് എഴുതിയത് അല്ലേ. പിന്നെ VR1 എന്ന് പറയുന്നത് V1 മൈനസ് U1 ആണ്. അപ്പോൾ VR1 ഈസ് ഈക്വൽ ടു VR2 ആയതുകൊണ്ട് VR2 ഈസ് ഈക്വൽ ടു V1 മൈനസ് U1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതും എഴുതാം, ഇതും എഴുതാം. നോക്ക്, VW2 നമ്മൾ എഴുതിയിട്ടുണ്ട് VR2 കോസ് ഫൈ മൈനസ് യു എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ VR2 കോസ് ഫൈ എന്ന് വെച്ചാൽ V1 മൈനസ് യു ആണ് VR2 കോസ് ഫൈ മൈനസ് യു എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ V1 കോസ് ഫൈ മൈനസ് യു ഓക്കെ, അങ്ങനെ തന്നെ വെക്കാം. ഓക്കെ, ഇത്രയും ഇത് വെക്കാം. ഇതിപ്പോൾ VW2 ആയി VW1 ആയി. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ VW1 VW2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇറ്റാച്ച് ഈസ് ഈക്വൽ ടു 2 ടൈംസ് V1 പ്ലസ് V1 മൈനസ് യു കോസ് വൈ മൈനസ് യു ഇൻറ്റു യു ഡിവൈഡ് ബൈ V1 സ്ക്വയർ. കാരണം നമ്മളിത് മാറ്റുന്നത് നമുക്ക് ഒരു കണ്ടീഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, മാക്സിമം വെലോസിറ്റിയുടെ കണ്ടീഷൻ കിട്ടാൻ. അങ്ങനെയാണെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ചുരുക്കി എഴുതാം അല്ലേ. ഇത് V1 മൈനസ് യു ഉണ്ട്, ഇവിടെ ഒരു V1 ഓക്കെ 2 ഇൻറ്റു V1 മൈനസ് യു മൈനസ് യു ഒന്നിച്ച് കൊണ്ടുവന്നു പ്ലസ് V1 മൈനസ് യു കോസ് വൈ ഡിവൈഡ് ബൈ V1 സ്ക്വയർ ഇൻറ്റു യു അല്ലേ. അതിൽ ഇറ്റാച്ച് ഈസ് ഈക്വൽ ടു ഞാൻ V1 മൈനസ് യു കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കിയുള്ളത് 1 ഉണ്ട്, 1 പ്ലസ് കോസ് വൈ ഡിവൈഡ് ബൈ V1 സ്ക്വയർ ഇൻറ്റു യു. ഇനി efficiency will be maximum for a given value of V1 when efficiency H will be maximum for a given value of V1. For a given value of V1 അത് കാണണമെങ്കിൽ d by du of eta h should be equal to 0 with respect to the velocity of wheel. അപ്പോൾ ഏത് വെലോസിറ്റി ഓഫ് വീലാണ് കാണേണ്ടത്? d by du ഓഫ് അല്ലെ. മാക്സിമം കാണാൻ ഡിഫറൻഷ്യേറ്റ് വിത്ത് ഫാക്ടർ ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ, അത് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അത് ഈക്വൽ ടു 0 എടുത്ത കറസ്പോണ്ടിങ് മാക്സിമം കണ്ടീഷനായി അല്ലേ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. V1 മൈനസ് യു ഇൻറ്റു 1 പ്ലസ് കോസ് വൈ ഇൻറ്റു യു ഡിവൈഡ് ബൈ V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ ഇതിൽ വിത്ത് റെസ്പെക്ട് യു അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് പുറത്തെടുക്കാം. V1 സ്ക്വയർ പുറത്തെടുക്കാം, 1 പ്ലസ് കോസ് വൈയും പുറത്തെടുക്കാം. അപ്പോൾ 1 പ്ലസ് കോസ് വൈ ബൈ V1 സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി യു 2ഉം പുറത്തെടുക്കാം അല്ലേ. വേണമെങ്കിൽ 2 അവിടെ വെക്കട്ടെ. ഡി ബൈ ഡി യു ഇൻറ്റു 2u V1 മൈനസ് യു സ്ക്വയർ 2u സ്ക്വയർ അല്ലേ. ഇങ്ങനെയല്ലേ വരിക? 2u സ്ക്വയർ. ഈ യു, ഈ 2, ഈ V1 മൈനസ് യു, ഇത്രയും കാര്യങ്ങൾ ബാക്കിയുണ്ട്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0.
അല്ലേ? ഇറ്റ് മീൻസ് ഇതൊരിക്കലും സീറോ ആവില്ല. അപ്പോൾ സീറോ ആവാൻ സാധ്യതയിൽ ഇതായിരിക്കും അല്ലേ? ഇറ്റ് മീൻസ് ഡി ബൈ ഡി യു ഓഫ് 2u v1 മൈനസ് 2u സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2v1 മൈനസ് 4u ഈസ് ഈക്വൽ ടു 0 ഗിവ്സ് u ഈക്വൽ ടു v1 by 2. അപ്പോൾ കണ്ടീഷൻ ഫോർ മാക്സിമം വെലോസിറ്റി കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. സോ എഫിഷ്യൻസി വിൽ ബി hydraulic efficiency will be max when the velocity of wheel is half the velocity of jet at the inlet. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ പോസിബിൾ ആണെങ്കിൽ ഈ കണ്ടീഷനിൽ എഫിഷ്യൻസി ഓഫ് ഹൈഡ്രോളിക് എഫിഷ്യൻസി മാക്സിമം ആയിരിക്കും. ഇനി മാക്സിമം ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെ വാല്യൂ കാണാൻ ഈറ്റ എച്ച് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഈ പർട്ടിക്കുലർ ഇക്വേഷനിൽ എന്ത് ചെയ്യുക? യുക്ക് പകരം v1 by 2, ഇവിടെയും യുക്ക് പകരം v1 by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായിരിക്കും മാക്സിമം എഫിഷ്യൻസി. സോ ഈറ്റ എച്ച് മാക്സ് ഈസ് ഈക്വൽ ടു 2 into v1 minus v1 by 2 into 1 plus cos phi into v1 by 2 divided by v1 square. ഇത് ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നത് ഇത് v1 മൈനസ് v1 by 2 എന്തായിരിക്കും? v1 by 2 തന്നെ ആയിരിക്കും. അപ്പോൾ 2 v1 by 2 into 1 plus cos phi into again v1 by 2 divided by v1 square ആണ്. അപ്പോൾ ഈ രണ്ട് v1 ഉണ്ട്, അപ്പോൾ താഴെ ഒരു v1 സ്ക്വയർ ഉണ്ട്, അത് ക്യാൻസലായി. ഇതൊരു 2 ക്യാൻസലായി, ബാക്കിയുള്ളത് 1 പ്ലസ് കോസ് 5 by 2. അപ്പോൾ ഇറ്റ എച്ച് മാക്സിമം എന്ന് പറയുന്നത് 1 പ്ലസ് കോസ് 5 by 2. ഇതാണ് മാക്സിമം ഹൈഡ്രോളിക് എഫിഷ്യൻസി. ഈ മാക്സിമം ഹൈഡ്രോളിക് എഫിഷ്യൻസി കിട്ടണമെങ്കിൽ എന്ത് വേണം? അതായത് യുടെ വാല്യൂ v1 by 2 ആയിരിക്കണം. അതായത് v1ൻ്റെ ഹാഫ് ആയിരിക്കും u. സോ ദിസ് ഈസ് ദി കണ്ടീഷൻ ഫോർ മാക്സിമം ഹൈഡ്രോളിക് എഫിഷ്യൻസി. And കുറച്ച് പോയിന്റ്സ് യു ഹാവ് ടു റിമെമ്പർ ഈസ് ദാറ്റ്. സോ v1 ഈസ് ഈക്വൽ ടു റൂട്ട് 2gh നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇഫ് ദർ ഈസ് എ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി cv, കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി cv ഈസ് ഗിവൺ അല്ലേ? കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ v1 ഷുഡ് ബി ഈക്വൽ ടു cv റൂട്ട് 2gh. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി cv റൂട്ട് 2gh ആയിരിക്കും. ഓക്കെ, അത് cvയുടെ വാല്യൂ വിൽ ബി അറൗണ്ട് 0.98 ഓർ 0.99 ഇങ്ങനെയൊക്കെയുള്ള വാല്യൂ ആയിരിക്കും തരിക. ഈ cv നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്, കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി, ഇതൊക്കെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ എന്താണെന്ന് പറയേണ്ട. നിങ്ങൾക്ക് ഈ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതേപോലെ യു ആണ് ചിലപ്പോൾ യു വിൽ നോട്ട് ബി ഡയറക്ട്ലി ഗിവൺ. പക്ഷേ യു ഈക്വൽ പൈ ഡി എൻ ബൈ 60 നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഡി ഒന്നും തന്നിട്ടില്ല. ഡി ചിലപ്പോൾ നിങ്ങളോട് കാണാനായിരിക്കും പറയാം. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യു കാണുക, യു ഈസ് ഈക്വൽ ടു റൂട്ട് 2gh തന്നെയാണ്, പക്ഷേ ഇവിടെ വേറൊരു കോഎഫിഷ്യൻ്റ് ഫൈ എന്ന് വെച്ചാൽ സ്പീഡ് റേഷ്യോ. ഈ സ്പീഡ് റേഷ്യോ തന്നിട്ടുണ്ടാവും. അപ്പോൾ സ്പീഡ് റേഷ്യോ വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സോ ഇറ്റ്സ് വാല്യൂ വിൽ ബി അറൗണ്ട് 0.43 to 0.48 ഇങ്ങനെയുള്ള ഒരു വാല്യൂ ആയിരിക്കും ഇത് തന്നിട്ടുണ്ടാവുക. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട ഒന്നാമത്തത് ഇത് v1ൻ്റെ വാല്യൂ, രണ്ടാമത്തത് യുടെ വാല്യൂ ആണ്, മൂന്നാമത്തത് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഉണ്ടല്ലോ. ഈ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ VR2 VR1 ഉണ്ടാക്കുന്ന ആംഗിൾ. അത് യൂഷ്വലി ബക്കറ്റ്സ് നമ്മൾ ഈ പെൽട്ടൺ വീലിൻ്റെ കേസിൽ ഇറ്റ് വിൽ ബി അറൗണ്ട് 165 ഡിഗ്രി. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. ഇഫ് നോട്ട് ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ യു ഷുഡ് ടേക്ക് 165 ഡിഗ്രി. ഇതാണ് പെൽട്ടൺ വീലിൻ്റെ കേസിലുള്ള ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഡയമീറ്റർ കാണാൻ പറഞ്ഞാൽ, വീലിൻ്റെ ഡയമീറ്റർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? വീലിൻ്റെ ഡയമീറ്റർ കാണാൻ പറഞ്ഞാൽ യു ഈസ് ഈക്വൽ ടു പൈ ഡി എൻ ബൈ 60 അറിയാം. അതിൽ ഗീവ്സ് ഡി ഈക്വൽ ടു 60u ബൈ പൈ എൻ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് വീലിൻ്റെ ഡയ കാണാം. ഓക്കെ,
ഇനി വേറെ ഒരു പോസിബിൾ കേസ് എന്ന് വെച്ചാൽ അഞ്ചാമത്തെ കേസ് ഒരു ജെറ്റ് റേഷ്യോ എന്ന് പറയുന്ന സംഗതി. ജെറ്റ് റേഷ്യോ എന്ന് പറയുന്നത് jet ratio is the ratio of jet ratio m is nothing but d by d. എന്താണ് d by d? d എന്താണ്? ഡയ ഓഫ് വീൽ. സ്മോൾ ഡി എന്ന് വെച്ചാൽ ഡയ ഓഫ് ജെറ്റ്. ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് അറൗണ്ട് 12 ആയിരിക്കും. അപ്പോൾ പെൽട്ടൺ വീലിൻ്റെ കേസ് 12. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡി കാണാൻ എന്ത് ചെയ്താൽ മതി? എമ്മിൻ്റെ വാല്യൂ ഡി ബൈ ഡി 12 നമുക്കറിയാം. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നില്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി യൂസ് 12. ദ വാല്യൂ 12 ഷുഡ് ബി യൂസ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യനിൽ ഈ ഒരു ഡാറ്റ എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഒന്നും കൂടെ ബാക്കിയുണ്ട്. ഇതിപ്പോൾ നമ്പർ ഓഫ് if number of buckets to be found out, number of buckets എന്ന് വെച്ചാൽ വെയിൻ, നമ്പർ ഓഫ് ബക്കറ്റ്സ് ടു ബി ഫൗണ്ട് ഔട്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് യൂസ് ചെയ്യും? നിങ്ങൾക്ക് ഡയ അറിയാം. അപ്പോൾ നമ്പർ ഓഫ് ബക്കറ്റ്സ് സെഡ് ആണ്. നമ്പർ ഓഫ് ബക്കറ്റ്സ് സെഡ് ഈസ് ഈക്വൽ ടു 15 പ്ലസ് ക്യാപിറ്റൽ ഡി ബൈ 2d ആണ്. ക്യാപിറ്റൽ ഡി ബൈ 2d. അപ്പോൾ ഡി ബൈ ഡി എന്താണ്? ഡി ബൈ ഡി എന്ന് പറയുന്നത് എം അല്ലേ. അപ്പോൾ സെഡ് ഈസ് ഈക്വൽ ടു 15 പ്ലസ് 1/m/2. 15 പ്ലസ് m/2 ആണ് നമ്പർ ഓഫ് ബക്കറ്റ്സ് കാണാനുള്ള ഇക്വേഷൻ. ഇതൊക്കെ ഒരു എംപിരിക്കൽ റിലേഷൻസ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഇക്വേഷൻസ് ആണ്. ഇത് നിങ്ങൾ ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഇനി ഒന്നുകൂടി നമ്പർ ഓഫ് ഓക്കെ ഇത്രയും മതി. ഇത്രയും യൂസ് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരു പെൽട്ടൺ വീലിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഒരു ബേസിക്സ് ആയി. പെൽട്ടൺ വീലിൻ്റെ ബേസിക്സ് ആയി. ഇനി 2 പ്രോബ്ലം കൂടി ചെയ്യാം. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.